ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ തിയറി ഓഫ് ഫിൽട്രേഷൻ കണ്ടു, ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് കണ്ടു. അതിൽ തന്നെ ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റർ പറയുന്നതിന് മുന്നേ നമ്മൾ അതിന്റെ മീഡിയാസ്, ഡിഫറെന്റ് ഫിൽറ്റർ മീഡിയാസ് കണ്ടു. എന്നിട്ട് സ്ലോസ് ആൻഡ് ഫിൽറ്റർ ഇൻ ഡീറ്റെയിൽ, അതായത് 3 ഫിൽറ്റേഴ്സിൽ നമ്മൾ സ്ലോസ് ആൻഡ് ഫിൽറ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. അതിന്റെ ഡിസൈൻ പ്രോബ്ലവും ചെയ്തു. ഇനി നമ്മൾ രണ്ടാമത്തെ ഫിൽറ്റർ ആണ് കാണാൻ പോകുന്നത്, റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ. അപ്പൊ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഗ്രാവിറ്റി ടൈപ്പ് ആണ്, രണ്ടാമത്തത് പ്രഷർ ടൈപ്പ് ആണ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റി ടൈപ്പ് ആണ്. സോ വൈ ഷുഡ് വി പ്രിഫർ എ റാപ്പിഡ് filter if we do have already a slow sand filter? അപ്പോൾ സ്ലോ സാൻഡ് ഫിൽറ്ററിന് 1-2 ഡ്രോബാക്സ് ഉണ്ട്. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇറ്റ് റിക്വയർസ് എ ലാർജർ ഏരിയ. അപ്പോൾ ലാർജർ ഏരിയ വേണ്ടപ്പോൾ നമുക്കിതൊരു സിറ്റിയിൽ യൂസ് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് അതൊരു റൂറൽ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത്, റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഈസ് വെരി സ്ലോ. ഓക്കെ. ഇനി മൂന്നാമത്തത്, നമ്മൾ ബാക്ക് വാഷ് ഒക്കെ ചെയ്യുന്ന കേസിൽ, ബാക്ക് വാഷ് ചെയ്യുന്നതിൽ 2-3 സെന്റിമീറ്റർ സാൻഡ് നമ്മൾ എന്ത് ചെയ്യും, സ്ക്രാപ്പ് ചെയ്തെടുത്ത് അത് ക്ലീൻ ചെയ്തെടുക്കണം. ഇറ്റ് ഈസ് എ ലബോറിയസ് ടാസ്ക്. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്യേണ്ടി വരില്ല, നമുക്ക് റാപ്പിഡിന്റെ കേസിൽ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റും. അതായത് വി നീഡ് എ വെരി ലെസർ ഏരിയ, റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഇസ് വെരി മച്ച് ഹൈ, ആൻഡ് ദിസ് വൺ വിൽ ബി എ ബാക്ക് വാഷിംഗ് ടെക്നിക്. ബാക്ക് വാഷ് ടെക്നിക്സിൽ നമുക്കൊരു 15 മിനിറ്റ്സിൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, ക്ലീനിങ് ഔട്ട് ഓഫ് ദ ഫിൽറ്റർ മീഡിയ. അപ്പോൾ നമ്മൾ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ ഏറ്റവും മെയിൻ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്, ഇറ്റ് യൂസസ് എ വെരി കോഴ്സ് സാൻഡ് ഇൻ കമ്പാരിസൺ വിത്ത് ഫൈൻ സാൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്ലോ സാൻഡ് ഫിൽറ്റർ. അപ്പോൾ ഇതൊരു കോഴ്സ് സാൻഡ് ആണ് യൂസ് ചെയ്യുക. അതിന്റെ താഴത്തെ പോർഷനിൽ ഗ്രേവൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് ഒരു കോഴ്സ് സാൻഡ് ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ. ഇനി റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഹൈ ആണ്. പിന്നെ ബാക്ക് വാഷിംഗ് ഓട്ടോമാറ്റിക് ആണ്. ഇനി മെയിൻ വേറൊരു ഇത് വെച്ച് കഴിഞ്ഞാൽ, the water will be passed under pressure. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ഫിൽട്രേഷൻ റേറ്റ് കിട്ടും. Let us see how it will looks like. So basically it will be having an enclosed tank like this. Okay, and it will be having a filter media. ഇവിടെ കാണിച്ചിരിക്കുന്ന ഇതാണ് ഫിൽറ്റർ മീഡിയ. ഫിൽറ്റർ മീഡിയ എന്തായിരിക്കും, സാൻഡ് തന്നെ ആയിരിക്കും. അതിന് താഴെ എന്തായി, ഗ്രേവൽസ് ഉണ്ടാവും. അതിന് താഴെ കാണുന്നതാണ് അണ്ടർ ഡ്രെയിൻസ്. സോ ദീസ് ആർ ദ ലാറ്ററൽ പൈപ്സ്, പെർഫറേറ്റഡ് ലാറ്ററൽ പൈപ്സ്. ഇത് എന്ത് ചെയ്യുന്നു, സെൻട്രൽ ഡ്രെയിൻ സിസ്റ്റം ആണ്. ഓക്കെ. ഈ ലാറ്ററൽ പൈപ്സ് നിന്ന് കളക്ട് ചെയ്ത വെള്ളം മൊത്തം എന്ത് ചെയ്യും, ഈ ഡ്രെയിൻ പൈപ്പിലേക്കൂടെ പുറത്തേക്ക് പോകും. ഇത് കൂടാതെ ഒത്തിരി അഡീഷണൽ എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അതിന് ജനറലി അപ്പർട്ട്നസ് എന്ന് പറയുന്നത്. അപ്പം ഇനി ഓരോ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് എൻക്ലോസർ ടാങ്ക്. സോ എൻക്ലോസർ ടാങ്ക് എന്ന് പറയുമ്പോൾ അത് അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 2.5 to 3.5 മീറ്റർ ആണ്. കംപ്ലീറ്റ് എൻക്ലോസർ ടാങ്കിന്റെ ഡെപ്ത്. അതിന് ഏരിയ, സർഫസ് ഏരിയ എന്ന് പറയുന്നത് 20 to 50 മീറ്റർ സ്ക്വയർ. അപ്പൊ ഇത് തന്നെ ചെക്ക് ചെയ്ത് നോക്കുന്ന, നമ്മൾ സ്ലോ സാൻഡ് ഫിൽറ്ററിലാണ് 100 to 200 മീറ്റർ സ്ക്വയർ വേണം. നമുക്ക് ആ 100 to 200 മീറ്റർ സ്ക്വയറിന്റെ അടുത്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 5 എണ്ണൊക്കെ വെക്കാൻ പറ്റും അല്ലെ. അപ്പൊ അത്രയും നമുക്ക് ഇതിവിടെ കുറയ്ക്കാൻ പറ്റും. ഇനി ഇത് കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീരീസ് ആയിട്ട് ഓരോ ടാങ്കും സീരീസ് ആയിട്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റും. ഓൾ വിൽ ബി അറേഞ്ച്ഡ് ഇൻ സീരീസ്. ഇനി ഇതിന്റെ L/ratio, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് റേഷ്യോ, ഇത് നമ്മൾ എടുക്കുക 1.25 to 1.35 ആണ്. ഇതും നമുക്ക് കുറവാണ് ഇൻ കമ്പാരിസൺ വിത്ത് സ്ലോ സാൻഡ് ഫിൽറ്റർ, വേർ വി വിൽ പ്രിഫർ ഫോർ 1.5 to 2.5 മീറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് 1.25 മീറ്റർ to 2.5 മീറ്റർ. ഇത് കൂടാതെ ഇതിന്റെ അകത്ത് ഒരു കാസ്റ്റ് അയൺ ഓർ RCC ട്രഫും കൂടി ഉണ്ടാവും. അത് നമുക്ക് ബാക്ക് വാഷ് ഒക്കെ പറയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തതാണ് ഫിൽറ്റർ മീഡിയ. വാട്ട് ഈസ് ഫിൽറ്റർ മീഡിയ? കോഴ്സ് സാൻഡ് അല്ലെ. അപ്പൊ ഈ കോഴ്സ് സാൻഡ് നമ്മൾ എടുക്കുന്ന ഒരു പ്രത്യേക ടൈപ്പില് സ്പെറിക്കൽ ആയിട്ട് യൂണിഫോം സൈസിലുള്ള കോഴ്സ് സാൻഡ് ആയിരിക്കും യൂസ് ചെയ്യുക. ഏറ്റവും ബേസ് ലെയർ ആയിട്ട് ചിലപ്പോൾ ഗാർണറ്റ് സാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് മുകളിലാണ് ഈ കോഴ്സ് സാൻഡ് യൂസ് ചെയ്യുക. അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഒരു 0.6 to 0.9 മീറ്റർ വരെ യൂസ് ചെയ്യാം.
ഡെപ്ത്. ഓക്കെ, ഇനി ഇതിന്റെ എഫക്റ്റീവ് സൈസ് എന്ന് പറയുന്നത് 0.35 to 0.6 mm വരെ യൂസ് ചെയ്യാം. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി എന്ന് പറയുന്നത് 1.2 to 1.7. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എഫക്റ്റീവ് സൈസ് ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലെ, അതേസമയം കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി കുറയുന്നുണ്ട്. അപ്പൊ എഫക്റ്റീവ് സൈസ് ഇൻക്രീസ് ആകുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി കുറയുമ്പോഴും നമുക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ശരിക്കും സംഭവിക്കുന്നത് എന്താ? വോയിഡ് സ്പേസ് ഇൻക്രീസ് ആവും, റൈറ്റ്? വോയിഡ് സ്പേസ് ഇൻക്രീസ് ആവും. അപ്പൊ വോയിഡ് സ്പേസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിൽട്രേഷൻ റേറ്റ് എന്ത് ചെയ്യും? കൂടും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫിൽറ്റർ മീഡിയയിൽ നോക്കാനുള്ളത്. ഇനി സപ്പോസ് സംടൈംസ് വി വിൽ ചെക്ക് വാട്ട് ഈസ് ദ മിനിമം ഡെപ്ത് ഓഫ് ഫിൽറ്റർ മീഡിയ റിക്വയർഡ്. അങ്ങനെയാണെങ്കിൽ മിനിമം ഡെപ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹഡ്സൺ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. ഹഡ്സൺ ഫോർമുല. അപ്പൊ ഹഡ്സൺ ഫോർമുല എന്ന് പറയുന്നത് Q d cube H by L is equal to BI into 29323. അതിൽ Q എന്ന് പറയുന്നത് ഫിൽട്രേഷൻ റേറ്റ് ആണ്, D എന്ന് പറയുന്നത് സാൻഡിന്റെ സൈസ് ആണ്, ഓക്കെ, H എന്ന് പറയുന്നത് ഹെഡ് ലോസ് ആണ്, L ആണ് ഡെപ്ത് ഓഫ് സാൻഡ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മിനിമം ഡെപ്ത് ഓഫ് സാൻഡ് റിക്വയർഡ് എത്രയാണ് ഈ L വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിന്റെ കൂടാതെ നമുക്ക് ഇവിടെ നിന്ന് BI ബ്രേക്ക് ത്രൂ ഇൻഡെക്സ് എന്നാ പറയാ. ഇത് ഡിസൈഡ് ചെയ്യുക based on what type of coagulation treatment you have given or other pre-treatments whatever given to the water. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ വാല്യൂ പറയുക. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 into 10 power minus 4 to 6 into 10 power minus 3 ഈ റേഞ്ചിലാണ് ഇത് എടുക്കുക. ഡിപ്പെൻസ് upon pre-treatments in filter and coagulation process. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയാം. ഇനി ഇത് കൂടാതെ ഇനി എന്താ ഉള്ളത്? ബേസ് മെറ്റീരിയൽ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, എൻക്ലോസർ ടാങ്ക് ഉണ്ട്, 2.5 to 3.5 മീറ്റർ കൊടുക്കാം, 10 to 20 ആണ്, 20 മീറ്റർ സ്ക്വയർ, ഓർ ഈവൻ ഡിപ്പെൻസ് അപ്പോൺ വാട്ട് ടൈപ്പ് ഓഫ് ഹൗ മച്ച് വാട്ടർ യു ഹാവ് ടു യൂസ്. അത് കഴിഞ്ഞ ഫിൽറ്റർ മീഡിയ നമുക്ക് യൂസ് ചെയ്യണം. പിന്നെ ബേസ് മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ട് തന്നെ കൊടുക്കുക. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറിൽ എന്ത് കൊടുക്കും? 2 mm സൈസിലുള്ള ഗ്രേവൽസ് ആയിരിക്കും കൊടുക്കുക, 2 mm to 6 mm. പിന്നെ നമ്മൾ എന്ത് കൊടുക്കും? അതിനുശേഷമുള്ള 6 to 12 mm കൊടുക്കും. നെക്സ്റ്റ് 12 to 20 mm കൊടുക്കും. പിന്നെ 20 to 40, 40 to 60. ആ രീതിയിൽ ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുക? ഗ്രേവൽസ് ലേ ചെയ്യുക. അതിന് താഴെയായിട്ടാണ് അണ്ടർ ഡ്രെയിൻസ് വരിക. അതൊരു കോൺക്രീറ്റ് ബെഡിന്റെ മുകളിലാണ് ഉണ്ടാവുക. അപ്പൊ ലാറ്ററൽസ് ഉണ്ടാവും. പിന്നെ ആ ലാറ്ററൽസ് എല്ലാം കണക്ട് ചെയ്തിട്ട് ഒരു സെൻട്രൽ പൈപ്പ് ഉണ്ടാവും. ഈ മൊത്തം സെറ്റപ്പിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ആണ് 4000 to 7000 ലിറ്റർ. നിങ്ങൾക്കറിയാം അത് എത്രമാത്രം ഹൈ ആണെന്ന്. അത്രയും ഹൈ റേറ്റിൽ നമുക്ക് ഫിൽട്രേഷൻ ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ കുറച്ച് മിസ്റ്റലിനിയസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. അതിന് ഡിഫറെന്റ് പേർപ്പസിന് വേണ്ടിയിട്ട്, അത് ഫ്ലോ റേറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വെഞ്ചുറി റേറ്റ് കൺട്രോളർ ഉണ്ടാവും. കംപ്രസ്ഡ് എയർ, ദിസ് ഈസ് ഫോർ ബാക്ക് വാഷ് പർപ്പസ്. ഓക്കെ, പിന്നെ വാഷ് വാട്ടർ ട്രഫ്, ഇതും ബാക്ക് വാഷ് പേർപ്പസിനാണ്. പിന്നെ ഫ്ലോ ലെവലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ്. അപ്പം ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ സപ്പോസ് യു ഹാവ് സീൻ ഹിയർ വാട്ടർ ഇസ് ദർ പ്രസന്റ് ഓൺ ദ ടോപ്പ്. അത് ഫിൽറ്റർ ചെയ്ത് സാൻഡ് വഴി ഫിൽട്രേഷൻ ചെയ്ത് ഇതുവഴി ഇവിടെ ലാറ്ററൽസ് വഴി ഇവിടെ കളക്ട് ആവും. ഈ കളക്ട് ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്ലെറ്റിലേക്ക് എടുക്കാൻ പറ്റും. ഇനി കംപ്രസ്ഡ് എയർ പൈപ്പ്, ഇതുവഴി നമുക്ക് നമ്മൾ ഈ ഫിൽറ്ററിംഗ് മെക്കാനിസം വഴി വാട്ടർ ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? മെക്കാനിക്കൽ സ്ട്രെയിനിങ് നടക്കും അല്ലെ. അതിനുശേഷം എന്ത് സംഭവിക്കും? ബയോളജിക്കൽ ഫിലിം ഡെവലപ്പ് ആവും, ഡേർട്ടി ഫിലിം ഡെവലപ്പ് ആവും. അങ്ങനെ ചെയ്ത കംപ്ലീറ്റ് ആക്ഷൻസ് കഴിയുമ്പോൾ ഇതിന്റെ ചാർജ് ഒക്കെ മാറി നോ മോർ ഫിൽട്രേഷൻ പ്രോസസ് വിൽ ഒക്കർ എന്നുള്ളൊരു സ്റ്റേജ് വരുമ്പോൾ എന്ത് ചെയ്യണം? ഈ ലെയറിന് ഇവിടെ കിടക്കുന്ന വേസ്റ്റ് ഡെപ്പോസിറ്റ്, സെഡിമെന്റ് ഡെപ്പോസിറ്റ്സ്, ആൽഗയുടെ ഡെഡ് സെൽസ്, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോഴേക്കും ഇത് ഈ സാൻഡിലേക്കും കൂടി കയറി വരുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി ക്ലോഗ് ചെയ്ത രീതിയിലായിരിക്കും ഇത് കിടക്കുന്നുണ്ടാവുക. അപ്പൊ ആദ്യം ഇതിന്റെ വോയിഡ് സ്പേസ് കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആയിരിക്കും. ആ വോയിഡ് സ്പേസ് ഓപ്പൺ ചെയ്യണം. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിൽ എന്ത് കൊടുക്കും? കംപ്രസ്ഡ് എയർ കൊടുക്കും. അപ്പൊ കംപ്രസ്ഡ് എയർ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് ലെയറിലേക്കൂടെ എയർ പുറത്തേക്ക്, പ്രഷറൈസ്ഡ് എയർ ആണ് വരുന്നത്, പുറത്തേക്ക് വരും. അപ്പം നമ്മൾ ഈ ഇൻഫ്ലോ വാട്ടർ ഇതിന്റെ അകത്തേക്ക് വരുന്നത് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഈ കംപ്രസ്ഡ് എയർ മുകളിലോട്ട് കൊടുക്കുക. അപ്പൊ കംപ്രസ്ഡ് എയർ മുകളിലോട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെയുള്ള വാട്ടറിലേക്ക് ബബിൾസ് പോലെ കംപ്രസ്ഡ് എയർ വരും. അപ്പൊ ഈ സെഡിമെന്റ്സ് കംപ്ലീറ്റ്ലി ആ അത്രയും പോർഷനിൽ കിടക്കുന്ന വാട്ടറിൽ എന്ത് ചെയ്യും? മിക്സ് ആയി ടർബുലന്റ് ആയി മഡി വാട്ടർ ആവും. ആ മഡി വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യും?
ക്ലിയർ വാട്ടർ ഫിൽറ്റേർഡ് വാട്ടർ വേറെ വഴി സപ്ലൈ ചെയ്ത് അതിനെ കംപ്ലീറ്റ്ലി അതായത് സൈഡിന് സപ്ലൈ ചെയ്ത് കംപ്ലീറ്റ്ലി ഇതിനെ എന്ത് ചെയ്യും പുഷ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വേറെ സപ്ലൈ വഴി പുറത്തേക്ക് ഇജക്ട് ചെയ്യും. വേസ്റ്റ് വാട്ടർ കംപ്ലീറ്റ്ലി നമ്മൾ ഇജക്ട് ചെയ്യും. അങ്ങനെ ഈ മുകളിലെ സർഫസിൽ കംപ്ലീറ്റ്ലി ഫിൽറ്റേർഡ് വാട്ടർ മാത്രമായി കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ സാൻഡ് കംപ്ലീറ്റ്ലി ക്ലീൻ ആയി. ആ രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും? ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടറിനെ പാസ് ചെയ്യും. ഇത്രയാണ് സെറ്റപ്പ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഒന്ന് കാണാം. ഇത് കൂടാതെ നമ്മൾ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നമുക്ക് സെൻട്രൽ പൈപ്പ് കാസ്റ്റ് അയൺ പൈപ്പ് ആയിരിക്കും. 50 സെന്റിമീറ്റർ ഡയമീറ്റർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ലാറ്ററൽസ് ആണ് 15 to 20 സെന്റിമീറ്റർ സ്പേസിങ്ങിലാണ് കൊടുക്കുക. അതിന്റെ ഡയമീറ്റർ 10 സെന്റിമീറ്റർ വരെ യൂസ് ചെയ്യാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഈ ലാറ്ററൽസിന്റെ മുകളിലായിട്ട് പെർഫോറേഷൻസ് ഉണ്ടാവും പറഞ്ഞു. ആ പെർഫോറേഷൻസിന് സ്ട്രെയിനേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. വാട്ടർ പ്രോപ്പറായിട്ട് സ്ട്രെയിൻ ചെയ്ത് ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടി സ്ട്രെയിനേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതല്ലാതെ നമുക്ക് വേണമെങ്കിൽ വിട്രിഫൈഡ് ടൈൽ ബ്ലോക്സ് യൂസ് ചെയ്യാം. See here how the manifolds and pipe lighters looks like, and here it is inclined and you can see the strainers over here. അല്ലേ? അപ്പോൾ ഈ സ്ട്രെയിനേഴ്സ് വഴി വാട്ടർ ഫിൽറ്റർ ചെയ്ത് ലാറ്ററൽ ഡ്രെയിനിൽ കയറും. ലാറ്ററൽ ഡ്രെയിനിൽ നിന്ന് എന്ത് ചെയ്യും? സെൻട്രൽ ഡ്രെയിനിലേക്ക് എത്തും. ഇതല്ലാതെ പെർഫറേറ്റഡ് ടൈപ്സ് അല്ലാതെ വിട്രിഫൈഡ് ടൈൽസ് അല്ലാതെ വീൽ ഫിറ്റഡ് ബ്ലോക്ക് ടൈപ്സ് യൂസ് ചെയ്യാം. പോറസ് പ്ലേറ്റ് ബോട്ടം ടൈപ്സ് യൂസ് ചെയ്യാം. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ജസ്റ്റ് ഫോർ ദ ഇൻഫർമേഷൻ ഐ എം പാസിംഗ് ഇറ്റ്. നിങ്ങൾക്ക് ആദ്യം അണ്ടർഡ്രെയിനേജ് സിസ്റ്റത്തിൽ ഒരു സെൻട്രൽ പൈപ്പ് സിസ്റ്റം ഉണ്ട്, ലാറ്ററൽ പൈപ്പ് സിസ്റ്റം ഉണ്ട്, അതിനൊരു സ്ട്രെയിനർ മെക്കാനിസം ഉണ്ട്. അതിന്റെ ഡയമെൻഷൻസും സ്പേസിങ്ങും ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ദ സെറ്റപ്സ് ലുക്സ് ലൈക്ക്. ഇനി നിങ്ങൾ ചെയ്യാനുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ just give me back what is the basic difference between a rapid sand filter and slow sand filter. ഒരു 10 marks question ആണെന്ന് വിചാരിക്കുക. ആ രീതിയിൽ here I have shown very few number of comparisons. ഇതിൽ കൂടുതൽ comparisons ഉണ്ട്. അതെല്ലാം enlist ചെയ്ത് what are the basic difference between a rapid sand filter and slow sand filter എന്ത് ചെയ്യുക? എഴുതി ഉണ്ടാക്കുക, തയ്യാറാക്കുക, റീസബ്മിറ്റ് ചെയ്യുക. Okay, thank you.